ഈ ചിക്കൻ മധുത്ത് എന്ന് പറഞ്ഞാലേ വലിയ സംഭവമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പച്ചമുളക്, എരിവിനായിട്ടുള്ള പച്ചമുളക് മാത്രം മതി, ഒരുപാട് വേണ്ട. പിന്നെ അതിലേക്ക് മാഗി ക്യൂബ്, പിന്നെ തക്കാളി, വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇങ്ങനത്തിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, മധുത്തിൻ്റെ മസാല മസ്റ്റാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു പുളിക്ക് വേണ്ടി നാരങ്ങാനീരോ അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സാക്കി എടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ച ആ ഒരു ചിക്കനിലേക്ക് ഈ ഒരു മസാല ഫുള്ളായിട്ടും തേച്ച് പിടിപ്പിക്കണം. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. ആ ചിക്കനിലേക്ക് നല്ലോണം മസാല പിടിച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. ഇനിയൊരു ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിതാ കുറച്ച് തക്കാളി, വല്യുള്ളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ മല്ലിയില, പിന്നെ ഒരു വെളുത്തുള്ളി തൊണ്ടോട് കൂടി തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണേ. കഴുകി ക്ലീൻ ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം വട്ടത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ആ ഒരു ചിക്കൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കുക. ഡ്രൈ ലെമണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന ഒരു വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 3/4 ഭാഗത്തോളൊക്കെ ഒന്ന് കുക്കായി വന്നാൽ മതി. എന്നിട്ട് അതിൽ നിന്ന് ആ ഒരു ചിക്കൻ പീസ് മാത്രമായിട്ട് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. പിന്നെ എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഇവിടെ റൈസൊക്കെ കുക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കനും ചേർത്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് മല്ലിയിലയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ മധുഗത ഇവിടെ റെഡിയായിട്ട് നല്ലൊരു സ്മെല്ലാണ്, മാത്രം നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ.